ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുകയോ മറ്റു വെല്ലുവിളികളെ നേരിടേണ്ടി വരികയോ ചെയ്യുമ്പോഴെല്ലാം ദൈവിക ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമൂഹമാണ് ക്രൈസ്തവർ. അതാണ് അവരുടെ വഴി. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഈശോ അവർക്ക് പറഞ്ഞുകൊടുത്ത വഴിയാണത്. ക്രൈസ്തവ സമൂഹം ഉണ്ടായ കാലം മുതൽ സഭയ്ക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അവരെ ഇല്ലാതാക്കുവാൻ നോക്കിയവരുണ്ടായിരുന്നു. അവരിൽ മതാധികാരികളും രാജാക്കന്മാരും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധികൾക്ക് മുൻപിലും അവർ ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിച്ചു. ദൈവം ഇടപെട്ടു. തടവറയിൽ അടയ്ക്കപ്പെട്ട സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിരുന്ന പത്രോസ്ലീഹായ്ക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചപ്പോൾ തടവറയുടെ വാതിലുകൾ താനേ തുറന്ന് പത്രോസ്ലീഹ രക്ഷപ്പെട്ട സംഭവം പുതിയ നിയമത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തടവറയിലായിരുന്ന പൗലോസും സീലാസും അർദ്ധരാത്രിയിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഭൂകമ്പത്തെക്കുറിച്ചും തടവറയുടെ അടിത്തറ കുലുങ്ങുകയും എല്ലാ വാതിലുകളും തുറക്കപ്പെടുകയും എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയും ചെയ്ത സംഭവവും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വതന്ത്രരാക്കപ്പെട്ട അപ്പസ്തോലന്മാർ അവിടെ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നില്ല. പകരം ജയിലറോട് സുവിശേഷം പ്രസംഗിക്കുകയും അദ്ദേഹത്തെയും കുടുംബത്തെയും സുവിശേഷീകരിക്കുകയുമാണ് ചെയ്തത്. മക്കതോനിയയിലെ ഈ രക്ഷപ്പെടലിന് ശേഷം എത്രയോ വട്ടം പൗലോസ് തടവിലാക്കപ്പെട്ടു, എത്രയോ വട്ടം മർദ്ദിക്കപ്പെട്ടു. എല്ലാം ദൈവം അനുവദിക്കുന്നതും ക്രമീകരിക്കുന്നതുമാണെന്ന് സഭ അന്നു മനസ്സിലാക്കി. എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയണമെന്നാണ് ഇതിലൂടെയെല്ലാം കടന്നുപോയ പൗലോസ്ലീഹ പിന്നീട് എഴുതിയത്. പഴയ നിയമത്തിലും ഇത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ട ദാനിയേൽ അവിടെ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതും ദൈവം സിംഹത്തിന്റെ വായ്കൾ പൂട്ടിയതും ദാനിയേൽ രക്ഷപ്പെട്ടതുമെല്ലാം നാം അവിടെ വായിക്കുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവ് 3 യുവാക്കളെ തീച്ചൂളയിൽ എറിഞ്ഞതും അവർ അവിടെ കിടന്ന് ദൈവത്തെ സ്തുതിച്ചതും ദൈവം അവരെ രക്ഷിച്ചതുമെല്ലാം ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. ബാബിലോൺ പ്രവാസ കാലത്ത് ഇസ്രായേലിലെ ന്യായാധിപന്മാരുടെ കാമാർത്തിക്ക് വിധേയപ്പെടാതിരുന്നതിന് ചതുവിലൂടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൂസന്ന എന്ന യുവതിയുടെ പ്രാർത്ഥന കേട്ട ദൈവം ദാനിയേൽ എന്ന പ്രവാചകനിലൂടെ അവളെ രക്ഷിക്കുന്ന കഥയും ഈ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രാർത്ഥന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു സ്വർഗീയ ആയുധമാണ്. ലോകത്തിലെ ദുർഗമങ്ങളായ കോട്ടകൾ കീഴടക്കുവാൻ ഈ ആയുധങ്ങൾ ശക്തമാണെന്ന് നാം അറിയുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. മിഷണറിമാർക്ക് പീഡനങ്ങൾ ഉണ്ടാകും. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ എന്ന പോലെ ഐക്യപ്പെട്ടവരാണ് അവർ. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്നാണ് ഈശോയുടെ മുന്നറിയിപ്പ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ പലയിടങ്ങളിൽ, പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ക്രൈസ്തവർ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു. ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നു. എങ്കിലും സഭ മുന്നേറുന്നത് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ശക്തി കൊണ്ടാണ്. പൗരസ്ത്യ സഭകളിൽ മെത്രാഭിഷേക കർമ്മത്തിന് അർത്തിയെ സിംഹാസനത്തിലിരുത്തി സഹവൈദികർ ചേർന്ന് 3 വട്ടം ഉയർത്തുമ്പോൾ എല്ലാവരും ചേർന്ന് ചൊല്ലുന്ന ഒക്സിയോസ് പ്രാർത്ഥനയുടെ അർത്ഥം ഇവൻ രക്തസാക്ഷിയാകുവാൻ യോഗ്യനാണെന്നാണ് ആത്മീയ പിതാക്കന്മാർ പറഞ്ഞു തരുന്നത്. ഒക്സിയോസ് എന്നാൽ യോഗ്യൻ എന്നാണ് വാച്യാർത്ഥം. അതുകൊണ്ട് പീഡനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും സഭ കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവിക ഇടപെടലിനായി, ദൈവിക ഹിതം തിരിച്ചറിയുന്നതിനായി പ്രാർത്ഥിക്കും. 2016 മാർച്ചിൽ യമനിൽ വെച്ച് ടോം ഉഴുന്നാലിൽ അച്ഛൻ തടവിലാക്കപ്പെട്ടപ്പോൾ കൊല്ലപ്പെട്ടത് മദർ തെരേസയുടെ സന്യാസ സമൂഹത്തിലെ 4 കന്യാസ്ത്രീകളാണ്. അവരിൽ ഒരാൾ ഇന്ത്യക്കാരിയായിരുന്നു. ആ രക്തസാക്ഷികളെ ഓർത്ത് മദർ തെരേസയുടെ സമൂഹം ആരോടും പരാതി പറഞ്ഞില്ല. അവിടുത്തെ മഠം അടച്ചതുമില്ല. പീഡിപ്പിക്കപ്പെടുന്നവർക്ക് പലപ്പോഴും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സാധിക്കാതെ വരും. അവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കും. വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ജയിലിൽ 13 വർഷം തടവുകാരനായിരുന്ന, അതിൽ 9 വർഷവും ഏകാന്ത തടവുകാരനായിരുന്ന കർദിനാൾ ജുയൻ വാൻ തുവാൻ സ്വതന്ത്രനാക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, പലരും ചോദിക്കാറുണ്ട്, ഏകാന്ത തടവിൽ ഏറെ നേരം പ്രാർത്ഥിക്കാൻ സാധിച്ചിരിക്കുമില്ലേ എന്ന്.
പ്രകാശം പോലും വല്ലപ്പോഴും അരിച്ചരിച്ചെത്തുന്ന അറയിൽ എങ്ങനെ പ്രാർത്ഥിക്കാനാണ്? ശാരീരികവും മാനസികവുമായ അവശതകൾ മൂലം തനിക്ക് പ്രാർത്ഥിക്കാനാകുമായിരുന്നില്ല എന്നതാണ് വാസ്തവം എന്ന് അദ്ദേഹം പറഞ്ഞു. 1975 മുതലാണ് അദ്ദേഹം തടവറയിൽ കഴിഞ്ഞത്. 1991 നാടുകടത്തപ്പെട്ടു. 2002 തന്റെ 74-ാം വയസ്സിൽ അദ്ദേഹം കാലം ചെയ്തു. ഈ പറഞ്ഞതിനർത്ഥം തടവിലാക്കപ്പെട്ടവർക്ക് വേണ്ടി സഭ പ്രാർത്ഥന മാത്രം നടത്തുന്നു എന്നല്ല. പ്രാർത്ഥനയിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന നാട്ടിലെ നിയമപരമായ നടപടികളും സ്വീകരിക്കുന്നു. പ്രവർത്തനങ്ങളും തടവിലാക്കപ്പെട്ടവരുടെ രക്ഷയ്ക്കായി ചെയ്യും. പ്രാർത്ഥനയും ദൈവവുമായുള്ള ബന്ധവും നഷ്ടപ്പെടുമ്പോഴാണ് പീഡനങ്ങളിൽ തളർന്നു പോകുന്നത് എന്നാണ് ക്രൈസ്തവ വിശ്വാസം. 1571 ലെപ്പാൻഡോ കടലിടുക്കിൽ വെച്ച് മുസ്ലിം സൈന്യങ്ങളുമായി ഏറ്റുമുട്ടിയ ക്രൈസ്തവ സൈന്യം വിജയിച്ചതും മുസ്ലിം ആധിപത്യം യൂറോപ്പിൽ ഉണ്ടാകാതെ പോയതും സൈന്യബലം കൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ടാണ്. കൃത്യമായി പറഞ്ഞാൽ ജപമാല പ്രാർത്ഥന കൊണ്ട്. സോവിയറ്റ് യൂണിയനിൽ ചെങ്കൊടി താണതും ജനാധിപത്യവും ദൈവവിശ്വാസവും അംഗീകരിക്കപ്പെട്ടതും പ്രാർത്ഥന കൊണ്ടാണ് എന്ന് സഭ വിശ്വസിക്കുന്നു. തെരുവിലെ പ്രകടനങ്ങളെക്കാൾ ശക്തമായ ആയുധം പ്രാർത്ഥന തന്നെയാണ്. അതിനാൽ സഭ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ പ്രാർത്ഥനയാകുന്ന സാധ്യതയ്ക്ക് നമുക്ക് മുൻഗണന നൽകാം, മറ്റുള്ളവയൊന്നും അവഗണിക്കാതെ തന്നെ. അപ്പസ്തോലന്മാർ മോചിതരായി സ്വസമൂഹത്തിലെത്തി കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അന്നത്തെ സഭ ചെയ്തത് എന്താണെന്നും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു.